സിന്ദാബാദ് ഇതുവഴിക്കു ഹിതമൊരുക്കും ധർമ്മ വിപ്ലവം. അല്ല മീറ്റിംഗ് വിളിച്ചത് KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരാഗ്നി 2:30 മണിക്ക് കരുവള്ളൂര് ആളൂരിൽ വെച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കുകയും 2 നേതാക്കന്മാരെയും ആവേശപൂർവ്വം സ്വീകരിച്ച് അവിടെ നിന്നും പയ്യന്നൂര്, തളിപ്പറമ്പ്, ചിറവക്കൽ വഴി ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, തുടർന്ന് മട്ടന്നൂർ കോളേജ് വഴി മട്ടന്നൂരിൽ എത്തിച്ചു. മട്ടന്നൂര് സർക്കിളിൽ വെച്ച് അവരെ ആനയിച്ചുകൊണ്ടാണ് സ്വീകരണ സ്ഥലമായ മട്ടന്നൂർ ടൗണിലേക്ക് എത്തിച്ചത്. മട്ടന്നൂരിലെ എവിടെയുള്ള സ്വീകരണ പൊതുയോഗത്തിന് ശേഷം തുടർന്ന് മട്ടന്നൂരിൽ നിന്ന് കണ്ണൂർ വഴി കണ്ണൂർ ചാലോട്, മേലച്ചുവ, കണ്ണൂരിൽ കാൽടെക്സിൽ വെച്ച് അവിടെ സംഘാടക സമിതി നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കും. അവിടെ നിന്നും കളക്ടറേറ്റ് മൈതാനിയിലാണ് സ്വീകരണ പൊതുയോഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. AICC നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള KPCC, DCC നേതാക്കന്മാർ ആ പൊതുയോഗത്തിൽ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ്. പിറ്റേ ദിവസമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനസദസ് സംഘടിപ്പിച്ചത്. അത് കണ്ണൂർ പയ്യാമ്പലത്തുള്ള പാമ്പൂർ ഓഡിറ്റോറിയത്തിൽ, ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കണ്ണൂരെ കഷ്ടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന വിവിധ മേഖലകളിൽ, കാർഷിക മേഖല, എല്ലാ മേഖലകളിലുമുള്ള മേഖലയിലുള്ള ആൾക്കാരുമായി അവിടെ വെച്ച് സംവാദം നടത്തുന്നത്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അതാത് മേഖലയിലുള്ളവരുമായി സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയിച്ചത്. അതിനുശേഷമാണ് 12 മണിക്ക് 2 നേതാക്കന്മാരും പത്രസമ്മേളനം നടത്തുകയും അന്നത്തോടുകൂടി കണ്ണൂരിലെ പരിപാടി, കണ്ണൂരിൽ നിന്നും പിന്നെ കോഴിക്കോടേക്കാണ് ഈ ജാഥ കടന്നുപോകുന്നത്. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നമ്മുടെ നിയോജക തലത്തിലും മണ്ഡല തലത്തിലും ഒക്കെ നടന്നു വരികയാണ്. 8-ാം തീയതിയാണ് കണ്ണൂർ ജില്ലയിലെ 132 മണ്ഡലങ്ങളിൽ 8-ാം തീയതി വിളംബര ജാഥകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ വിളംബര ജാഥ കണ്ണൂർ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാതല വിളംബര ജാഥ 8-ാം തീയതി 5 മണിക്ക് വിളക്കന്തറ മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ എല്ലായിടത്തും സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അതാത് പ്രദേശങ്ങളിൽ ഡെക്കറേഷൻ അതുപോലെ ബോർഡുകളെല്ലാം വെച്ച് 2 ജാഥകൾ, ഇന്നത്തെ രാഷ്ട്രീയ പ്രാധാന്യം നമുക്കറിയാം. ഈ ജാഥകൾ കേരളത്തിലെ 2 നേതാക്കന്മാരും ഒന്നിച്ച്, ഒന്നെങ്കിൽ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് നയിക്കുന്നതെങ്കിൽ ഈ ജാഥ 2 നേതാക്കന്മാർ, കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന 2 നേതാക്കന്മാരാണ് KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ഇതിനെ 2 പേരും ഒന്നിച്ചാണ് ഈ ജാഥ നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറെ പ്രസക്തി. അത് മാത്രമല്ല, ഈ 2 ഗവൺമെന്റുകൾക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം, ഈ 2 ഗവൺമെന്റുകളും ജനവിരുദ്ധ ഗവൺമെന്റുകളാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഓരോരോ ബഡ്ജറ്റ് വരുമ്പോഴും കൃത്യമായി നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ 2 ഗവൺമെന്റുകളും താഴെ ഇറക്കുക, അല്ലെങ്കിൽ ഈ 2 ഗവൺമെന്റുകളെയും അവരുടെ രീതികൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭം നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള ഒരു പ്രക്ഷോഭ യാത്രയായിട്ടാണ് നമ്മൾ ഈ സമരാഗ്നി
അതാണ് അതിന്റെ പേര്. സമരാഗ്നി എന്ന് പറയുന്ന പേര് തന്നെ ഉദ്ദേശിക്കുന്നത് അതാണ്. സമാപിക്കുന്നത് പൊതുസമ്മേളനങ്ങൾ രണ്ടെണ്ണം, അതെ, 2 പൊതുസമ്മേളനം. ഒന്ന് മട്ടന്നൂരിലും, ആദ്യത്തെ മട്ടന്നൂരിൽ 4 മണിക്ക് മട്ടന്നൂരിലും, അതിനുശേഷം 5:30 മണിയാവുമ്പോൾ കണ്ണൂരിലും. ഈ 2 ആണ്. ഈ വ്യത്യസ്ത മേഖലകളിൽ പാമ്പുകൾ നടക്കുന്ന ഈ പരിപാടികളിൽ അവരെ മുൻകൂട്ടി ക്ഷണിച്ചവരാണോ അല്ലെ അവർ അന്ന് വരുന്നവരാണോ എങ്ങനെയാണ്? അല്ല, അത് പിന്നെ നമ്മൾ മുൻകൂട്ടി ക്ഷണിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ നിന്ന്. അവിടെ അല്ലാതെ വരുന്നവര് അത് അവിടെ മാഷ എത്ര പേര് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന മാഷയുടെ മാതാമാഷാണ് അതിന്റെ സംഘാടനം എത്തിയിരിക്കുന്നത്. നമ്മുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട സംസാരിച്ചിട്ടുണ്ട്. ഇനി അതുമായി വരുന്നവർ, ഇതിന്റെ ഈ പ്രയാസം അനുഭവിക്കുന്നവര്, ഈ നേതാക്കന്മാരെ കാണാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ വന്നാൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്നു. ദേശീയ നേതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആരെങ്കിലും ദേശീയ നേതാക്കളെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തോടുകൂടി, അത് വൈകുന്നേരത്തോടുകൂടി അതിന് കൃത്യമായി അതിന്റെ റിപ്പോർട്ട് കിട്ടും. ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്.